എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യ മസ്തിഷ്കത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിൻ. നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. മസ്തിഷ്കത്തിന് പ്രധാനമായും 5 ഭാഗങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലോങ്കേറ്റ. ഇനി നമുക്ക് ഓരോ ഭാഗത്തെയും കുറിച്ച് വിശദമായിട്ട് നോക്കാം. മനുഷ്യ മസ്തിഷ്കം ഒരു നാഡീവ്യവസ്ഥയുടെ കേന്ദ്ര അവയവമാണ്. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ എന്നിവ മനുഷ്യ മസ്തിഷ്കത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ വരുന്ന 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് തലാമസും ഹൈപ്പോതലാമസും. ഈ മസ്തിഷ്ക ഭാഗങ്ങളാണ് ശരീരത്തിന്റെ മിക്ക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്യുക, സംയോജിപ്പിക്കുക, ഏകോപിപ്പിക്കുക, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അയച്ച നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നിവ ചെയ്യുന്നത് മസ്തിഷ്കമാണ്. അതായത് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ത്വക്ക്, നാക്ക്, ചെവി, കണ്ണ്, മൂക്ക്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിലെത്തും. അതിനുശേഷം മസ്തിഷ്കം ഇതിനെ പ്രോസസ് ചെയ്യുകയും സംയോജിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അയക്കുകയും ചെയ്യും. അതിനുശേഷം ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ സഹായിക്കുന്നത് ആരാ? മസ്തിഷ്കം. അതായത് നമ്മളൊരു പട്ടിയെ കണ്ടെന്നിരിക്കട്ടെ, പട്ടിയെ കണ്ടു, അത് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലെത്തും. അടുത്തത് നമ്മൾ ഇനി എന്ത് ചെയ്യണം? കല്ലെറിയണോ, ഓടണോ? അതൊക്കെ തീരുമാനിക്കുന്ന ആരാ? മസ്തിഷ്കം. ഇത്രയും വലിയൊരു പ്രോസസ്സ് സെക്കൻഡുകൾ കൊണ്ടാണ് നടക്കുന്നത്, അല്ലേ? പെട്ടെന്ന് തന്നെ നമ്മുടെ മസ്തിഷ്കം പറയാം, നീ കല്ലെറിയാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കല്ലെറിയും. അല്ല, നീ ഓടാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും? പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടും. മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന 3 സ്തരമുള്ള ആവരണമാണ് മെനിഞ്ചസ്. ഇതൊക്കെ ഒരുപാട് റിപ്പീറ്റ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അന്നേരം മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിന് എത്ര സ്തരമുണ്ട്? 3 സ്തരം. 3 സ്തരമുള്ള ആവരണമാണ് മെനിഞ്ചസ്. മെനിഞ്ചസ് പാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. സെറിബ്രം മസ്തിഷ്കത്തിലാണ്, അല്ലേ? അന്നേരം സെറിബ്രത്തിൽ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡിനെ എന്താ പറയുന്നു? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നു. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടേക്കാ കാണപ്പെടുന്നത്? മെനിഞ്ചസ് പാളികൾക്കിടയിലും. അതായത് നമ്മൾ പറഞ്ഞു മെനിഞ്ചസിന് 3 സ്തരമുള്ള ആവരണമാണ് മെനിഞ്ചസ് എന്ന് പറഞ്ഞല്ലേ. അന്നേരം ഈ പാളികൾക്കിടയിലും പിന്നെ മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോൺ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള അസ്ഥിപേടകമാണ് കപാലം അല്ലെങ്കിൽ തലയോട്. മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഏകദേശ ഭാരം 1400 ഗ്രാം ആണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞു മനുഷ്യ മസ്തിഷ്കത്തെ പൊതിഞ്ഞിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് മെനിഞ്ചസ് ആണ്. എന്നാൽ അസ്ഥിപേടകം ഏതാണ്? അത് കപാലം അല്ലെങ്കിൽ തലയോട്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏകദേശ ഭാരം എത്രയാണ്? 1400 ഗ്രാം. അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ആന്തര അവയവമാണ് മസ്തിഷ്കം. അന്നേരം ഏറ്റവും വലിയ ആന്തരാവയവം ഏതാണെന്ന് അറിയാമോ? അത് കരളാണ്. ഏറ്റവും വലിയ ആന്തര അവയവം കരളാണ്. കരളിന്റെ ഭാരം ഏകദേശം 1500 ഗ്രാം ആണ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് സെറിബ്രം. ഇതിൽ കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം, അല്ലേ? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഇനി നമുക്ക് സെറിബ്രത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. തലച്ചോറിന്റെ ആകെ വ്യാപ്തിയുടെ 85% സെറിബ്രമാണ്. ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അതേപോലെ ബുദ്ധി, ഓർമ്മ, ഭാവന, ചിന്ത, വിവേചനം, വേദന, കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് സെറിബ്രം.
ഇന്നലെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നല്ലേ, മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെറിബ്രമാണ്. പിന്നെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഐച്ഛിക പ്രവർത്തനങ്ങൾ എന്താണ്? നമ്മളുടെ ഇച്ഛയ്ക്ക് അനുസരണമായി നടക്കുന്ന പ്രവർത്തനം അല്ലേ. നമ്മൾ കൈ പൊക്കണം എന്ന് വിചാരിച്ചാൽ കൈ പൊക്കും, ഓടണം എന്ന് വിചാരിച്ചാലോ ഓടും. അങ്ങനെ നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഐച്ഛിക പ്രവർത്തനങ്ങൾ. അതുകൂടാതെ ബുദ്ധി, ഓർമ്മ, ഭാവന, ചിന്ത, വിവേചനം, വേദന, കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. സെറിബ്രത്തിന്റെ വലതുവശത്തെ അർദ്ധഗോളം ശരീരത്തിന്റെ ഇടതുഭാഗത്തെയും ഇടതുവശത്തെ അർദ്ധഗോളം വലതുഭാഗത്തെയുമാണ് നിയന്ത്രിക്കുക. അതായത് സെറിബ്രം രണ്ട് അർദ്ധഗോളമായിട്ടാണ് കാണപ്പെടുന്നത്. അതിലെ വലതുവശത്തെ അർദ്ധഗോളം ശരീരത്തിന്റെ ഏത് ഭാഗത്തെ നിയന്ത്രിക്കും? വലതുവശമാണെങ്കിൽ അത് ശരീരത്തിന്റെ ഇടതുഭാഗത്തെ നിയന്ത്രിക്കും. അതേപോലെ ഇടതുഭാഗത്തെ അർദ്ധഗോളമാണെങ്കിൽ അത് ശരീരത്തിന്റെ വലതുഭാഗത്തെ നിയന്ത്രിക്കും. മസ്തിഷ്കത്തിന്റെ ഏറ്റവും പിന്നിലായി സ്ഥിതി ചെയ്യുന്ന ലോബാണ് ഓക്സിപിറ്റൽ ലോബ്. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു. ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്കൊരു വക്കീലിനെ ഓർക്കാം അല്ലേ. ഒരു വെള്ള സാരി അല്ലെ വെള്ള ഷർട്ടോ ഇട്ട ഒരു വക്കീലാണെങ്കിൽ പുറത്തൊരു കറുത്ത കോട്ട ഇടുന്നത് അല്ലേ. പിന്നെ കോട്ട എവിടെ ഇടുന്നത്? പുറത്താണ്. അകത്തെന്താണ്? വെള്ള ഡ്രസ്സ്. അങ്ങനെ ഓർക്കാം നമുക്ക്. അന്നേരം ചാരനിറമുള്ള പുറം ഭാഗം, പുറത്തിടുന്ന എന്താണ്? കോട്ട്. ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ എന്ത് പറയുന്നു? മെഡുല എന്നും പറയുന്നു. കോർട്ടെക്സ് പുറത്താണ്, മെഡുല അകത്താണ്. സെറിബ്രത്തെ രണ്ടു പകുതികളായി വിഭജിച്ചിരിക്കുന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് അർദ്ധഗോളമായിട്ടാണ് സെറിബ്രം കാണുന്നത് അല്ലേ. ഈ രണ്ട് അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഒരു നാഡി കൊണ്ടാണ്. ആ നാഡിയുടെ പേരെന്താണ്? കോർപ്പസ് കലോസം. കോർപ്പസ് കലോസം എന്ന നാഡി കൊണ്ടാണ് സെറിബ്രത്തിന്റെ ഇടത്തെ അർദ്ധഗോളത്തെയും വലത്തെ അർദ്ധഗോളത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കോർപ്പസ് കലോസം എന്നാണ് വാക്ക്. സെറിബ്രൽ കോർട്ടെക്സിനെ നാലായി വിഭജിച്ചിട്ടുണ്ട്. സെറിബ്രൽ കോർട്ടെക്സ് ഓർമ്മയുണ്ടോ? പുറത്തിടുന്ന കോർട്ട് അല്ലേ. ചാരനിറമുള്ള പുറത്തിടുന്ന കോർട്ട്, പുറത്തെ ഭാഗമാണ് കോർട്ടെക്സ് അല്ലേ. കോർട്ടെക്സിനെ നാലായി വിഭജിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഫ്രോണ്ടൽ ലോബ് 2, പാരിയേറ്റൽ ലോബ് 3, ഓക്സിപിറ്റൽ ലോബ് 4, ടെമ്പറൽ ലോബ്. ഇനി അടുത്തത് സെറിബ്രത്തിൽ കാണപ്പെടുന്ന മറ്റു പ്രധാനപ്പെട്ട രണ്ട് ഏരിയകളാണ് ബ്രോക്കസ് ഏരിയയും വെർണിക്സ് ഏരിയയും. സംസാര ഭാഷയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. കണ്ടു പരിചയമുള്ള വസ്തുക്കളുടെ പേര് പറയുമ്പോൾ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിന്റെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. ഇത് രണ്ടും കൂടി കാണുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ, അതാണോ ഇതാണോ എന്ന് വരുന്നതെന്നല്ലേ. അന്നേരം ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് പഠിച്ചു വെച്ചാൽ മറ്റേ നമ്മൾക്ക് അത്ര കുഴപ്പമായിട്ട് വരുന്നില്ല. അന്നേരം വെർണിക്സ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടു പരിചയമുള്ള വസ്തുക്കളുടെ ചിത്രം നമ്മുടെ മനസ്സിൽ വരും. ചിത്രം എന്ന് പറയുമ്പോൾ വർണ്ണം എന്ന് നമ്മൾക്ക് ഓർക്കാം അല്ലേ. ചിത്രങ്ങളിൽ പലതരം വർണ്ണങ്ങൾ കാണും. ആ വർണ്ണം വെച്ച് നമുക്ക് വെർണിക്സിനെ കണക്ട് ചെയ്ത് വെക്കാം. അന്നേരം കണ്ടു പരിചയമുള്ള വസ്തുക്കളുടെ പേര് പറയുമ്പോൾ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിന്റെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. അന്നേരം ഉറപ്പായും മറ്റേതെന്തായിരിക്കും? ബ്രോക്കസ് ഏരിയ എന്ത് വരും? സംസാര ഭാഷയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. ഈ സെറിബ്രത്തെ കുറിച്ച് പറഞ്ഞേക്കുന്ന പോയിന്റ് നമുക്ക് റിവിഷനായിട്ട് നോക്കാം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. മനുഷ്യ മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണുന്ന ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. തുലനനില പരിപാലിക്കുന്നതും മദ്യം പ്രവർത്തിക്കുന്നതുമായ ഭാഗമാണ് സെറിബെല്ലം. ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ്. ശരീരത്തിന്റെ തുലനനില പരിപാലിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അതേപോലെ മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം.
ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? മദ്യം കഴിച്ചാൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെ നടക്കുന്നത് അല്ലേ? സെറിബെല്ലം, മദ്യം പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അതേപോലെ റോഡിന്റെ ആ അറ്റത്തും ഈ അറ്റത്തും ശരീരം നിവർന്നിക്കാൻ പറ്റുമോ? ഇല്ല, ആടി പോവും. അങ്ങനെ തുലനനില പരിപാലിക്കുന്ന സഹായിക്കുന്നതാണ് സെറിബെല്ലം. മസ്കുലർ പ്രതികരണങ്ങളുമായി സെൻസറി ഇൻപുട്ടിനെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രൽ അർദ്ധഗോളങ്ങൾക്ക് തൊട്ടു താഴെയും പിന്നിലും മെഡുല ഒബ്ലോങ്കേറ്റയ്ക്ക് മുകളിലുമായാണ് സെറിബെല്ലം സ്ഥിതി ചെയ്യുന്നത്. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബെല്ലം. മദ്യത്തോടുള്ള അമിതമായ ആസക്തി അറിയപ്പെടുന്നത് ടിപ്സോമാനിയ. മദ്യത്തിന്റെ അമിത ഉപയോഗം മൂലം കരളിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് ലിവർ സിറോസിസ്, ടോക്സിക് ഹെപ്പറ്റൈറ്റിസ്. അന്നേരം സെറിബെല്ലത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, ശരീര തുലനസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുക, അതേപോലെ മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. മെഡുല ഒബ്ലോങ്കേറ്റ ഒരു നീണ്ട തണ്ടു പോലെയുള്ള ഘടനയാണ്. ഛർദി മുതൽ തുമ്മൽ വരെയുള്ള അനിയന്ത്രിത പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിയായ കോൺ ആകൃതിയിലുള്ള ന്യൂറോണൽ പിണ്ഡമാണിത്. മെഡുല ഒബ്ലോങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്താണ്? നമ്മളുടെ ഇച്ഛയ്ക്ക് അനുസരണമല്ലാത്ത പ്രവർത്തനങ്ങൾ അല്ലേ? ശ്വസനം, ഹൃദയമിടിപ്പ്, അതായത് നമ്മൾ വിചാരിച്ചാൽ തുടങ്ങാനോ നിർത്താനോ പറ്റാത്ത പ്രവർത്തനങ്ങളാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ. അന്നേരം ഐച്ഛിക പ്രവർത്തനങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. ഏതാണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? അത് സെറിബ്രമാണ്. സെറിബ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. മെഡുല ഒബ്ലോങ്കേറ്റ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഹൃദയമിടിപ്പ്, ശ്വസനം, പെരിസ്റ്റാൾസിസ്, ചുമ, തുമ്മൽ, ഛർദി, കണ്ണ് ചിമ്മൽ തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നു. മെഡുലയിൽ ഹൃദയം, ശ്വസനം, ഛർദി, വാസോമോട്ടോർ കേന്ദ്രങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അതായത് ഈ വാസോമോട്ടോർ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ശ്വസനത്തിന്റെ സ്വയംഭരണ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും അതുപോലെ ഉറക്കമുണർവ് ചക്രവും കൈകാര്യം ചെയ്യുന്നു. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയിലെ വാസോമോട്ടോർ കേന്ദ്രങ്ങളാണ്. മെഡുല ഒബ്ലോങ്കേറ്റയിൽ ഏൽക്കുന്ന ആഘാതം മസ്തിഷ്ക മരണത്തിന് കാരണമാകുന്നു. തലച്ചോറിന്റെ ഏറ്റവും ചുവട്ടിലുള്ള ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. തലച്ചോറിനെ സുഷുമ്നയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. നമ്മൾക്കറിയാലേ, ധാരാളം ആക്സിഡന്റ് കേസൊക്കെ നമ്മൾക്കറിയാം മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. അതായത് മലർന്നു വീണ് തലയുടെ പുറകുഭാഗം ഇടിക്കുമ്പോഴാണ് മെഡുല ഒബ്ലോങ്കേറ്റയ്ക്ക് തകരാറ് സംഭവിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. റിലേ സെന്റർ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്നു. ഇത് പെയേർഡാണ്, അതായത് 2 ഇതളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മസ്തിഷ്കത്തിന്റെ സെൻട്രലായിട്ട് സ്ഥിതി ചെയ്യുന്നു. മോർഫിൻ, ആസ്പിരിൻ പോലെയുള്ള വേദന സംഹാരി പ്രവർത്തിക്കുന്ന ഭാഗമാണ് തലാമസ്. അതായത് ഇങ്ങനെയുള്ള മോർഫിൻ, ആസ്പിരിൻ പോലെയുള്ള വേദന സംഹാരികളെ എന്താണ് പറയുന്നത്? അനാൾജസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. ശരീരഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്ന ശരീരഭാഗം അല്ലെങ്കിൽ മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. അതായത് നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമുള്ള ആവേഗങ്ങളെ മാത്രമാണ് സെറിബ്രത്തിലേക്ക് അയക്കുന്നത്. ഉറക്കത്തിൽ ആവേഗങ്ങൾ സെറിബ്രത്തിലേക്ക് കടത്തിവിടാത്ത ഭാഗമാണ് തലാമസ്. അന്നേരം രാത്രിയിൽ നമ്മൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ സഹായിക്കുന്നത് ആരാ? തലാമസ്. അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ചെറിയ സൗണ്ട് അല്ലെങ്കിൽ ചെറിയ ഡിസ്റ്റർബൻസ് വരുമ്പോൾ നമ്മൾ എണീക്കും അല്ലേ? അങ്ങനെ ആവശ്യമുള്ളതിനെ മാത്രം കടത്തിവിടും, ആവശ്യമില്ലാത്തതിനെ തടഞ്ഞു നിർത്തും. ഇങ്ങനെ സഹായിക്കുന്ന ശരീരഭാഗമാണ് അല്ലെങ്കിൽ മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തലാമസിന് തൊട്ടു താഴെയാണ് ഹൈപ്പോതലാമസ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നു, ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു.
വിശപ്പ്, ദാഹം, സ്നേഹം, വെറുപ്പ്, സുഖാനുഭൂതി, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൽ വിവിധ പ്രവർത്തനങ്ങൾക്കുള്ള നിരവധി ചെറിയ ന്യൂക്ലിയസുകൾ അടങ്ങിയിരിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥി വഴി നാഡീവ്യവസ്ഥയെ എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന്. എന്താണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി വഴി നാഡീവ്യവസ്ഥയെ എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുക. ഇതാണ് ഹൈപ്പോതലാമസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന്. മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. ശരീരത്തിലെ ഒരേയൊരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു എന്ന്. അങ്ങനെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇനി ഇവയുടെ ധർമ്മം എന്താണെന്ന് നോക്കാം. പ്രസവ സമയത്ത് ഗർഭപാത്രത്തിന്റെ വികാസത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അടുത്തത് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. ADHന്റെ ഫുൾ ഫോം എന്താണ്? ആന്റി ഡയൂററ്റിക് ഹോർമോൺ. വൃക്കയിൽ നിന്നും പുറന്തള്ളുന്ന ജലത്തിന്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. അടുത്തത് സുഷുമ്ന. മെഡുല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായി കാണുന്ന മസ്തിഷ്ക ഭാഗമാണ് സുഷുമ്ന. സുഷുമ്നയെ പൊതിഞ്ഞിരിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. മെനിഞ്ചസ് വേറെ എവിടെയാ പഠിച്ചത്? മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന 3 സ്ഥലമുള്ള ആവരണമാണ് മെനിഞ്ചസ് അല്ലേ? നമുക്ക് ക്വസ്റ്റ്യന് ചോദിക്കാം, മസ്തിഷ്കത്തെയും സുഷുമ്നയും പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഏതാണ്? മെനിഞ്ചസ്. സുഷുമ്നയിലെ സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്കത്തിലെ സെയിം കേസ് തന്നെ ആയിരുന്നു അല്ലേ? അന്നേരം മസ്തിഷ്കത്തെയും സുഷുമ്നയെയും പൊതിഞ്ഞിരിക്കുന്നത് ആരാണ്? മെനിഞ്ചസ് ആണ്. ഇവിടെ കാണപ്പെടുന്ന ദ്രവം ഏതാണ്? സെറിബ്രോസ്പൈനൽ ദ്രവം. തലച്ചോറും സുഷുമ്നാ നാഡിയും അടങ്ങുന്ന കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ ഒരു വിപുലീകരണമാണ് സുഷുമ്നാ നാഡി. സുഷുമ്നാ നാഡി മസ്തിഷ്കതണ്ടിന്റെ അടിയിൽ ആരംഭിച്ച് താഴെ പുറകിൽ അവസാനിക്കുന്നു. അതായത് മെഡുല ഒബ്ലോങ്കേറ്റയിൽ ആരംഭിച്ച് താഴെ പുറകിൽ അവസാനിക്കുന്നു. അതായത് മെഡുല ഒബ്ലോങ്കേറ്റയുടെ ഒരു തുടർച്ചയായ ഭാഗമാണ് ഏത്? സുഷുമ്നാ നാഡി എന്ന് പറയുന്നത്. സുഷുമ്നയെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതാണ് സുഷുമ്നാ നാഡികൾ. സംവേദ ആവേഗങ്ങളെ സുഷുമ്നയിലെത്തിക്കുന്ന സുഷുമ്നാ നാഡിയുടെ ഭാഗമാണ് ഡോർസൽ റൂട്ട്. ഇനി നമുക്ക് വിവിധതരം മസ്തിഷ്ക രോഗങ്ങളെ കുറിച്ച് നോക്കാം. ഒന്നാമത്തേത് അപസ്മാരം. അപസ്മാരം എന്താണ്? മസ്തിഷ്കത്തിൽ ക്രമരഹിതമായ വൈദ്യുത ഡിസ്ചാർജ് സൃഷ്ടിക്കുന്ന രോഗമാണ് അപസ്മാരം. അടുത്തത് പാർക്കിൻസൺസ് രോഗം. പേശി പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. ഡോപ്പമിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. അതായത് ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പാർക്കിൻസൺസ് രോഗം. അടുത്തത് അൽഷിമേഴ്സ്. സെറിബ്രൽ കോർട്ടെക്സിലെ കോശങ്ങളുടെ നാശം കാരണം ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. അലൂമിനിയത്തിന്റെ അളവ് ശരീരത്തിൽ കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. ഒന്നുകൂടി നോക്കാം. അപസ്മാരം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ക്രമരഹിതമായ വൈദ്യുത ഡിസ്ചാർജ് ആണ്. പാർക്കിൻസൺസ് എന്താണ്? ഡോപ്പമിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം പേശി പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. അൽഷിമേഴ്സ് എന്താണ്? സെറിബ്രൽ കോർട്ടെക്സിലെ കോശങ്ങളുടെ നാശം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അൽഷിമേഴ്സ്. അതേപോലെ അലൂമിനിയത്തിന്റെ അളവ് ശരീരത്തിൽ കൂടിയാലും അൽഷിമേഴ്സിന് കാരണമാകാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസ്തിഷ്ക രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മസ്തിഷ്കാഘാതം, അപസ്മാരം, ഹണ്ടിങ്സൺ രോഗം, സെറിബ്രൽ ത്രോംബോസിസ്, സെറിബ്രൽ ഹെമറേജ്, പാർക്കിൻസൺസ് രോഗം, മെനിഞ്ചൈറ്റിസ്, പ്രോസോഫാഗ്നോസിയ, അൽഷിമേഴ്സ്, സ്കീസോഫ്രീനിയ,
അമ്യൂറോട്ടിക് ഇഡിയോസി. ഇനി നമുക്ക് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മസ്തിഷ്ക കലകൾക്ക് വേണ്ട ഓക്സിജൻ പ്രദാനം ചെയ്യുന്നു, കപാലത്തിനകത്തെ മർദ്ദം നിയന്ത്രിക്കുന്നു, മസ്തിഷ്കത്തെ ആഘാതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. നമുക്ക് അസ്ഥികളുടെ എണ്ണം നോക്കാം. തലയിലാകെ 29 അസ്ഥികളാണുള്ളത്. കപാലം 8, മുഖം 14, ചെവി 6, തലയോട്ടി 22. ഇനി കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ് ഫ്രിനോളജി. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കം. ശിരോനാഡികളുടെ ആകെ എണ്ണം 12 ജോഡി. സുഷുമ്നാനാഡികളുടെ ആകെ എണ്ണം 31 ജോഡി. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള അസ്ഥിപേടകം കപാലം അല്ലെങ്കിൽ തലയോട്. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോൺ ഉൾക്കൊള്ളുന്ന ഭാഗം മസ്തിഷ്കം. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏകദേശ ഭാരം 1400 ഗ്രാം. മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന 3 സ്തരമുള്ള ആവരണം മെനിഞ്ചസ്. മെനിഞ്ചസ് പാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമേത്? സെറിബ്രം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം സെറിബ്രം. സെറിബ്രത്തിൽ ഗ്രേ മാറ്റർ കാണപ്പെടുന്നത് എവിടെ? കോർട്ടെക്സ്, അതായത് ഭാഗ്യഭാഗം. സെറിബ്രത്തിൽ വൈറ്റ് മാറ്റർ കാണപ്പെടുന്നത് എവിടെ? മെഡുല അല്ലെങ്കിൽ ആന്തരഭാഗം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. തത്ത എന്നു കേട്ടാൽ തത്തയുടെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന സെറിബ്രത്തിന്റെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രം. സെറിബ്രത്തിന്റെ ഇടത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ വലതുഭാഗം. സെറിബ്രത്തിന്റെ വലത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ ഇടതുഭാഗം. മസ്തിഷ്കത്തിലെ ഇടതു വലതു അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല കോർപ്പസ് കലോസം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലോങ്കേറ്റ. തലാമസിന്റെ തൊട്ടു താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീരത്തിന്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. ഛർദി, തുമ്മൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം മെഡുല ഒബ്ലോങ്കേറ്റ. ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമേത്? ഹൈപ്പോതലാമസ്. സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. വിശപ്പ്, ദാഹം എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമേത്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെ? ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ. മെഡുല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായി കാണുന്ന മസ്തിഷ്ക ഭാഗമാണ് സുഷുമ്ന. സുഷുമ്നയെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഏത്? മെനിഞ്ചസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമേത്? തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് തലാമസ്. സംവേദ ആവേഗങ്ങളെ സുഷുമ്നയിൽ എത്തിക്കുന്ന സുഷുമ്നാ നാഡിയുടെ ഭാഗം ഡോർസൽ റൂട്ട്. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സുഷുമ്നാ നാഡിയുടെ ഭാഗമാണ് വെൻട്രൽ റൂട്ട്. സുഷുമ്നയിലെ സെൻട്രൽ കനാലിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം സെറിബ്രോസ്പൈനൽ ദ്രവം. സുഷുമ്നയെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് സുഷുമ്നാ നാഡികൾ.
ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് സംവഹനം ചെയ്യുന്നത് സുഷുമ്ന. നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷുമ്ന. സംവേദനാഡിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം ഇന്റർന്യൂറോൺ. റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് സുഷുമ്ന. കണ്ണിനു നേരെ എന്തെങ്കിലും വസ്തുക്കൾ വന്നാലോ പ്രകാശം പതിച്ചാലോ നാം കണ്ണു ചിമ്മുന്നു. ഈ റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സെറിബ്രം. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ പ്രോട്ടീൻ അടിഞ്ഞുകൂടുകയും ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗമാണ് അൽഷിമേഴ്സ്. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹമുണ്ടാകുന്ന രോഗമാണ് അപസ്മാരം. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ടപിടിക്കുന്നത് മൂലം അതിലൂടെ രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. മസ്തിഷ്കത്തിലെ ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ്. കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ആന. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി സ്പേം വെയിൽ. നിങ്ങൾക്ക് ക്ലാസുകൾ പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.